തന്ത്രിക്കെതിരെ പത്മകുമാറിന്റെ മൊഴി നിലവിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: തന്ത്രിയാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അദ്ദേഹത്തിന് അറിയില്ലെന്നാണ്. പത്മകുമാറിന്റെ മൊഴി പുറത്തു വരികയാണല്ലോ. ഈ ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തലങ്ങളിലേക്കും ഈ കേസ് അന്വേഷണം നീളുകയാണ്. പൊതുവെ ബഹുമാന്യർന്ന് കരുതിയിരുന്ന വ്യക്തികൾ കൂടി ഈ കൊള്ളയുടെ ഭാഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശ്ചര്യവും അത്ഭുതവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. അതിൽ ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിട്ട് സാധാരണ പ്രത്യേകിച്ചും CPM സംബന്ധിച്ചിട്ട് ഈ ഇത്തരം തട്ടിപ്പുകളൊന്നും പുത്തരിയല്ല. ആളുകൾ അവരിത് ചെയ്യുന്നവരാണെന്ന് സങ്കല്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വളരെയധികം ബഹുമാനിക്കുന്ന കേരളത്തിലെ എമ്പാടുമുള്ള ജനങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന ഈ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ശബരിമലയിലെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ പോലും ഇതിൽ പങ്കുകൊണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത വളരെ ഭയപ്പെടുത്തുന്നതാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അല്ല, പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല, വേറെ മറ്റാരോ ആണ് നിയമിച്ചതെന്ന് പറയുമ്പോൾ ഇതിലൊരു കൂട്ടുകച്ചവടം ഉണ്ടായിരുന്നല്ലേ? കൂട്ടുകച്ചവടത്തിന് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം ഇന്നലെ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും. എന്തോ നേരിട്ടുള്ള ഉരുണ്ട് കളി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. എന്തിനാണ് അവർ ഭയക്കുന്നത്? കാരണം ഈ എന്താണ് താഴ്വൺ മഠത്തിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന് പറയുന്നത് അയ്യപ്പ സ്വാമിയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റെന്തിനോടും പാടില്ല. ഇപ്പോൾ തെളിവുകൾ പുറത്തു വരുമ്പോൾ പണത്തോടായിരുന്നു. ആണ്, തീർച്ചയായും പണത്തോടും രാഷ്ട്രീയത്തോടും എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അതിനോടൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ലാത്തവരാണ്. ഈ പിതൃസ്ഥാനത്ത് അവിടുത്തെ മൂർത്തിയുടെ അയ്യപ്പ സ്വാമിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിമാരെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയ ലോയൽറ്റി അവർ കാണിക്കേണ്ടത്, ലോയൽറ്റി ഇൻറ്റഗ്രിറ്റി അവർ കാണിക്കേണ്ടത് ആദ്യമായിട്ട് ആ മൂർത്തിയോടാണ്, അയ്യപ്പ സ്വാമിയോടാണ്. അതിലാണ് ഇപ്പോൾ അവർ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിൽ മുറിവുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഇനി ഇവരെയൊക്കെ വിശ്വസിക്കാൻ തരത്തിലേക്ക് പോവുകയാണ്? ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പുറത്ത് വന്നിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ പങ്ക് വ്യക്തമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്ന് പറയുന്നത് വെറുതെ വിളിക്കില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു സൂചന കിട്ടിയിട്ടായിരിക്കുമല്ലോ സംഭവം വിളിച്ചത്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും കണക്ഷൻസ് ഇതിലുണ്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. മുമ്പ് ഇപ്പോൾ അകത്ത് കിടക്കുന്നവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പിന്നെ അകത്തായവരാണ്. അപ്പോൾ അതേമാതിരി ഈ ഇദ്ദേഹവും അകത്താകുമോ എന്നുള്ള ആശങ്കയും ഈ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഒരു ഭയപ്പാടും നമ്മുടെ ഭക്താനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അത് ശബരിമലയുടെ നിലവിലുള്ള സംവിധാനത്തെ സാരമായി അത് ബാധിക്കും എന്നുള്ളതാണ് ഒരു സത്യം. ഈ അന്വേഷണം കൃത്യമായ വഴിക്കാണോ പോകുന്നത്? അതുകൊണ്ടാണ് തന്ത്രിയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനെ അനുമോദിക്കാതിരിക്കാൻ വയ്യ. കാരണം വളരെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ SIT കൊടുക്കുകയും കിട്ടുന്ന വിവരങ്ങളനുസരിച്ചിട്ട് പുതിയ ആളിലേക്ക് എത്തുകയും അവസാനം എവിടുന്നാണോ ഈ ഗൂഢാലോചന രൂപപ്പെട്ടത്, ആരാണ് അതിൻ്റെ പിന്നിലുള്ളത്, ഏറ്റവും അവസാനത്തെ കണ്ണി വരെ എത്തുന്ന തരത്തിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും SIT അല്ലെങ്കിൽ ഹൈക്കോടതിയോ വഴങ്ങുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സമൂഹത്തിൽ വളരെ ഈ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതായിരുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ മുൻപിൻ നോക്കാതെ ഇതിൻ്റെ യഥാർത്ഥ കള്ളന്മാരെ വെളിയിൽ കൊണ്ടുവരണം എന്നുള്ള തരത്തിലുള്ള അന്വേഷണമാണ് സജീവമായി മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കുക. ഇത് ഈ തന്ത്രിയിൽ നിന്നും മറ്റു പലരിലേക്കും പോകും ചിലപ്പോൾ. കാരണം അദ്ദേഹം ഈ അവിടുത്തെ ഒരു അവിടെയുള്ള ഈ ഉരുപ്പടികൾ അല്ലെങ്കിൽ ദേവനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ അതിൻ്റെ ആദ്യത്തെ ചുമതലക്കാരനാണ് ഇദ്ദേഹം. പുള്ളി തന്നെ പറഞ്ഞത് ഇതൊക്കെ ദേവസ്വം ബോർഡാണ് കസ്റ്റോഡിയൻ എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യണമെങ്കിൽ ആദ്യം തന്ത്രിയുടെ പെർമിഷൻ കിട്ടിയാലേ ചെയ്യാൻ കഴിയുള്ളൂ, അദ്ദേഹത്തിൻ്റെ അനുമതി എന്തും ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ പുള്ളി മാറ്റി പറയുന്നത് ഇതെല്ലാം ആരുടെ വകയാണ്, ദേവസ്വം ബോർഡിൻ്റെ വകയാണെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ഇദ്ദേഹത്തിന് ചെയ്യാമായിരുന്നല്ലോ. അതായത് ഇങ്ങനെ ഇതിൽ പ്രശ്നം പറ്റി, നമുക്കത് മാറ്റി സ്ഥാപിക്കണം അല്ലെങ്കിൽ അതിൽ പണി ചെയ്യണം എന്നൊരു നിർദ്ദേശം വരുമ്പോൾ ഇദ്ദേഹം പറയേണ്ട എന്താ, നമുക്കിവിടെ വെച്ച് ചെയ്യാം, സന്യാസത്തിൻ്റെ സംവിധാനങ്ങൾ കൊണ്ട് ഇതിൻ്റെ മെഷീനറി മറ്റെന്തൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരും, ഇവിടെ വെച്ച് ദേവൻ്റെ മുന്നിൽ വെച്ചാണ് ചെയ്യാൻ, അല്ല ഇതെടുത്ത് ആളുകളെ കൊണ്ടുനടക്കാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് നിലപാടെടുക്കാമേ. ആ നിലപാട് അദ്ദേഹം എടുത്തില്ല. കാരണം എല്ലാ കാലത്തും അവിടെ തുറന്നിരിക്കുന്നില്ല. എല്ലാം തുറന്നിരിക്കുന്നില്ല.
പിന്നെ പറയുന്നുണ്ട് പിന്നെ ഇത് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നു. അത് രേഖാമൂലമാണോ എന്നറിയില്ല, വിയോജിപ്പ് രേഖപ്പെടുത്തി അതോ വാക്കാലോ എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജൂലൈ മാസം 20-ാം തീയതി ഈ പിന്നെ പാളികൾ ഇളക്കിക്കൊണ്ട് പോയതിന് ശേഷം 2-3 മാസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇത്രയും സമയത്ത് ഈ ദ്വാരപാലകന്മാരിൽ ഈ പറഞ്ഞ ഈ സ്വർണ്ണ ചട്ട ഇല്ലായിരുന്നു. അപ്പോൾ തന്ത്രിക്ക് തോന്നിയില്ലേ എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു? ഒരു ചോദ്യം ചോദിക്കാമായിരുന്നല്ലോ. ദേവസ്വം പ്രസിഡന്റിനോട് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ചോദിക്കാമല്ലോ, സാറേ ഈ സാധനം കൊണ്ടുപോയിട്ട് ഇത്രയും കാലമായി, എന്താ കൊണ്ടുവയ്ക്കാത്തതെന്ന് ഇദ്ദേഹം എന്താ ചോദിക്കാൻ ഞാൻ? അപ്പോൾ ഇങ്ങനെ സംശയങ്ങളുണ്ടാകുന്ന ആളുകളുടെ മനസ്സിൽ സംശയം ജനിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഒരു പിന്നെ വസ്തു പണിയാൻ വേണ്ടി കൊണ്ടുപോയി, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി, അതിനൊരു സമയക്രമം ഉണ്ടല്ലോ. ഇത് ഈ അനന്തമായി ഇങ്ങനെ നീളുകയും പിന്നെ വീണ്ടും അതിൻ്റെ മേലെ പണിയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രി എന്ന് പറയില്ല, അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിട്ട്, മറ്റു സ്ഥലത്തല്ല, ശബരിമലയെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ദുരൂഹമാണ് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയമായി വലിയ രീതിയിൽ സ്വാധീനിക്കുമോ? കാരണം ഈ CPM-ലേക്ക് വരുന്നു എന്ന് ഒരു സന്ദേശം വന്നതിന് പിന്നാലെ തന്ത്രിയിലേക്കും ജയറാമിലേക്കെല്ലാം കടക്കുകയാണ്. അല്ല, അങ്ങനെയും പറയുന്നുണ്ട്. കാരണം അത് CPM-ന്റെ പിന്നെ അനുഭാവികളും CPM നേതാക്കളുമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ കുടുംബത്തിലെ ചില ആളുകളും അങ്ങനെ പറയുന്നുണ്ട്. കാരണം CPM-നെ രക്ഷിക്കാൻ വേണ്ടി അനാവശ്യമായി ഞങ്ങളെ വിവാദത്തിൽ വലിച്ചഴിക്കുന്നു അവരും പറയുന്നുണ്ട്. മറുപക്ഷത്ത് CPM പറയുന്നത് വെച്ചാൽ ഇത് കേവലം ഈ ബോർഡ് മാത്രമല്ല, അവിടുത്തെ ഈ പ്രധാന ചുമതലക്കാരനായ തന്ത്രി അദ്ദേഹവും കൂടെ അനുമതി തന്നിട്ടാണ് ചെയ്യുന്നത് എന്ന് ഇരുപക്ഷവും പറയുന്നുണ്ട്. ഈ രണ്ടും കള്ളന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ രണ്ടുപേരും വാളങ്ങോട്ട് കൊണ്ട് തട്ടിക്കളിക്കുക. ഈ തട്ടിക്കളി എന്ന് തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബന്ധപ്പെട്ട ആളുകളെല്ലാം പിന്നെ അറസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത് നമുക്ക് ചിത്രം വ്യക്തമാകുന്നു. പക്ഷെ ഇപ്പോൾ ഇന്നലത്തെ ഈ തന്ത്രിയെ ചോദ്യം ചെയ്തതിൽ കൂടി കൊണ്ട് ഗുരുതരമായൊരു പ്രശ്നം ഉയർന്നു വരുന്നത്, ഈ ഭക്തർ വളരെ ബഹുമാനത്തോടെ പോയി കണ്ട് തൊഴുത് വണങ്ങുന്ന ഈ ആളുകളൊക്കെ അവരുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്ന് വെളിവാക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇതിന്റെ അന്വേഷണത്തിൽ ഈ ഇത്തരക്കാരെ ഉൾപ്പെടുത്തുമ്പോൾ, തന്ത്രിയെ ഉൾപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് വിശ്വാസികൾ ഇതിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതാണ് തന്ത്രിയെ അങ്ങനെ കുറച്ച് വിലകുറച്ച് കാണാൻ കഴിയില്ല. അതാണ് വലിയൊരു വിഷയം എന്ന് പറയുന്നത്. കാരണം അത് പിന്നെ ഈ ജനങ്ങൾക്ക് ക്ഷേത്രത്തിനോടുള്ള വിശ്വാസത്തിനേക്കാൾ ഉപരി മലയാളികളുടെ ഒരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൻ്റെ പൂജകൾ അവിടുത്തെ പൂജകൾ ചെയ്യുന്ന പൂജാരിമാരോടും തന്ത്രിമാരോടൊക്കെ ഭയങ്കര ബഹുമാനം കാണിക്കുന്ന, വളരെ വലിയ ബഹുമാനം കാണിക്കുന്ന ആളുകളാണ് പൊതുവെ ഭക്തർ. നമ്മൾ ശബരിമല കാണാൻ കഴിയും. തന്ത്രിയുടെ പിന്നെ മുറിയിൽ ഭഗവാനെ തൊഴുന്നതിന് ശേഷം ആളുകൾ വന്ന് ഭക്തന്മാർ വന്നിട്ട് അദ്ദേഹത്തെ വണങ്ങുകയും പ്രസാദം വാങ്ങുകയും ഇതുപോലെ ദക്ഷിണ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് മേശാന്തിയുടെ അടുത്ത്. അപ്പോൾ ഏതാണ്ട് ദേവന് തുല്യമായി കാണുന്നവരാണ് ഇവരെന്ന് പറയുന്നത്. കാരണം ദേവൻ്റെ പിതൃസാണ്ട് തന്ത്രിമാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ആളുകൾ ഇങ്ങനെ പിന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ തന്ത്രിയെ വിളിച്ച് പല ധനികന്മാരും അവരുടെ വീടുകളിൽ പൂജയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ശബരിമലയിൽ തന്ത്രിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ദിവ്യത്വം കിട്ടും എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. ഇതൊക്കെ അവരെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പണത്തിൻ്റെ ഈ ഇതിലേക്ക് അവർ നയിച്ചിട്ടുണ്ടോ, ഒരു ആക്രാന്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കണം. മാത്രമല്ല ഈ വിദേശയാത്രകൾ ഈ പത്മകുമാർ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പിടിച്ചിട്ടുണ്ട്. ഈ വിദേശയാത്രകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ഇനി വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ആ വിദേശയാത്രയിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ, തന്ത്രി പങ്കെടുത്തിട്ടുണ്ടോ, കടൽ കടക്കാൻ പാടില്ല എന്നുള്ള റൂള് തന്ത്രിമാർ, അദ്ദേഹം ഒപ്പം പോയിട്ടുണ്ടോ, ജയറാമിൻ്റെ സഹായം ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും വെളിവരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം വാസ്തവമാണ്, പിന്നെ ശബരിമലയിലെ കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ, ഈ തന്ത്രി കുടുംബത്തോടുള്ള വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഈ വിശ്വാസ ഭക്ത രംഗത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.